ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഭാര്യാഭർത്തൃ ബന്ധ ജീവിതത്തെക്കുറിച്ചാണ്, വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണകളാണ് പങ്കുവെക്കുന്നത്. ഇതാ വിവാഹത്തിൻ്റെ ദിനം വിശുദ്ധ കുർബാനയിൽ വിവാഹമെന്ന കൂദാശയിലൂടെ ചെയ്യുന്ന ആ ഉടമ്പടി ഇന്നു മുതൽ മരണം വേർപെടുത്തുന്നതുവരെ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നിച്ചും സ്നേഹിച്ചും വിശ്വസ്തയോടെ എന്നുവരെയാണ്. മകരം വരെയെന്നല്ല, മരണം വരെയെന്ന. ചിലരുടെയൊക്കെ മട്ട് കാണുമ്പോൾ മകരം വരെയെന്നാണ്. അപ്പോൾ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ജീവിതം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഭാര്യയായാലും ഭർത്താവായാലും, ഭർത്താവ് ഭരിക്കുന്നവൻ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാരം വഹിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കുറച്ച് നാൾ മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. അതായത് വെളുപ്പിന് 5:45 കളമശ്ശേരി, എറണാകുളത്ത് കളമശ്ശേരിയിലാണ് സംഭവിച്ചത്. ഭർത്താവ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ലാബിലേക്ക് പോകുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്തിട്ട് ഭർത്താവിനെ ഭാര്യ യാത്രയാക്കി. ഭർത്താവ് ജീപ്പും എടുത്ത് 5:45 വെളുപ്പിന് 5:45 പോകുന്നത്. അപ്പോൾ ഭാര്യയുടെ കയ്യിൽ ചായയുടെ മഗ്ഗുണ്ട്, അതുപോലെ ഒരു ടോർച്ചും ഉണ്ടായിരുന്നു. ഭർത്താവ് ഒന്നും അറിയാതെ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി. എന്നാൽ ഈ തള്ളുന്ന ഗേറ്റ് തിരിച്ച് അടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിൻ്റെ ഗ്രിപ്പ് വിട്ട് ആ ഗേറ്റിൻ്റെ പിടിവിട്ട് ഈ ഭാരമുള്ള ഗേറ്റ് ഈ ഭാര്യയുടെ ദേഹത്തേക്ക് വീഴുകയാണ്. കയ്യിൽ മഗ്ഗുണ്ട്, ടോർച്ചുണ്ട്. ഇത് രണ്ടുമുള്ളത് കൊണ്ട് മറിഞ്ഞ് ദേഹത്തേക്ക് വന്ന ഗേറ്റ് താങ്ങി നിർത്താനാവാതെ അതിനിടയിൽ ഭാരമുള്ള ഗേറ്റിനടിയിൽപ്പെട്ട് 54 വയസ്സായ വീട്ടമ്മ പിടഞ്ഞ് മരിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞ് അവരുടെ വീടിന് അടുത്തുള്ള അയൽവാസിയായ ആള് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ബസ് സ്റ്റോപ്പിലാക്കാൻ പോകുവാൻ ഇറങ്ങിയപ്പോഴാണ് മറിഞ്ഞു വീണ് കിടക്കുന്ന ഗേറ്റ് അതിനിടയിൽ തുണി കിടക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് വന്ന് നോക്കിയപ്പോഴാണ് മരിച്ച് കിടക്കുകയാണെന്ന് മനസ്സിലായില്ല. ആളുകളെ കൂട്ടി വന്ന് ഗേറ്റ് ഉയർത്തിയപ്പോഴാണ് ആ വീട്ടിലെ ചേച്ചി മരിച്ച് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. എന്നാൽ ആ സമയത്ത് വീട്ടിൽ അകത്ത് മക്കളുണ്ടായിരുന്നു. മക്കളും മരുമക്കൾ ഒക്കെ ആയിട്ട് വീട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് ഉള്ള നല്ലൊരു കുടുംബം. എന്നാൽ ആ നൊടിയിടക്കുള്ളിൽ ഗേറ്റ് മറിഞ്ഞു വീണ് ഭർത്താവിനെ യാത്രയാക്കിയ തൻ്റെ ഭാര്യ ഒരു പൂ പോലെ പൊഴിഞ്ഞു വീണത് യാത്ര പോയ ഭർത്താവ് അറിഞ്ഞത് പിന്നീടാണ്. അതുകൊണ്ട് ബ്രദർ എന്തിനാ ഇത് പങ്കുവച്ചതെന്ന് ഓർക്കും. ഒരു ജീവിതം നമുക്കുള്ളൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ, ഇന്നും കൂടെ ഞാനൊരു സഹോദരനോട് പറഞ്ഞ ഇതാണ്. രണ്ടുപേരും 2 മുറിയിലായിരുന്നു കിടന്നിരുന്നത്. ഒത്തിരി നാളുകളായിട്ട് അങ്ങനെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ +2 പഠിക്കുന്ന മകള് പറയും, ഇവിടെ നിന്ന് വല്ലയിടത്തോട്ടും പോകാൻ തോന്നുന്നു, ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല എന്ന് മക്കൾ പറയാറുണ്ട്. അത്ര അവൾ ഉൾപ്പെടെ പറയാറുണ്ട്. അപ്പോൾ അപ്പനും അമ്മയും ഒരു മുറിയിലായി. പക്ഷേ പൂരപ്പറമ്പിൽ വെച്ച് പോലും കണ്ടു പരിചയമില്ലാത്ത അവസ്ഥ. അതിന് ഇത്രക്ക് വലിയ എന്ത് കാര്യമാണ് ഉണ്ടായതെന്ന് അറിയില്ല. എന്തായാലും ഈ സഹോദരി പറഞ്ഞു, മുമ്പൊരിക്കൽ എൻ്റെ അടുക്കൽ വന്നതിന് ശേഷം വേറെ കിടക്കുന്ന തീരുമാനം മാറ്റി ഒരു മുറിയിലാണ്. എങ്കിലും ഒന്ന് തൊട്ടാൽ, ഒന്ന് അടുത്ത് ചെന്നാൽ, ഒന്ന് മുട്ടിയാൽ തട്ടി എറിയുന്ന, കുടഞ്ഞെറിയുന്ന, മദ്യപാനവും പുകവലിയും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്താ കാര്യമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല, തുറന്ന് സംസാരിക്കുന്നില്ല, പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. മറ്റാളുകളുടെ മുമ്പിലെല്ലാം പിടിച്ചു നിൽക്കാൻ ഭയങ്കര കഴിവാണ്. ഇങ്ങനെ സ്വന്തം ഭവനങ്ങളിൽ ഉരുകിത്തീരുന്ന ഭാര്യമാരും ഉണ്ട്. ഇതുപോലത്തെ ചേട്ടന്മാരെയും കണ്ടിട്ടുണ്ട്. എല്ലാവരും വിറപ്പിച്ചിരുന്ന മനുഷ്യൻ പഴയ അവസ്ഥകളെല്ലാം മാറി നന്നായി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇപ്പോൾ ഭാര്യയുടെ വായിൽ നിന്ന് വരുന്ന ചീത്ത വാക്കുകൾ കേട്ടിട്ട് ഒരു വിധത്തിലാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന്. എന്താണ്, ആരോടാണ്, എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് കുറേ നാൾ മുമ്പ് ഒരു സഹോദരി വന്ന് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒത്തിരി വർഷമായിട്ട് പൊട്ടിത്തെറിയും അകൽച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ ഭർത്താവിൻ്റെ മരണശേഷം അമ്മയുടെ കണ്ണാണ് കാലാണ് കൈയാണെന്ന് പറഞ്ഞിരുന്ന മൂത്ത മകൻ പ്രത്യേകിച്ച് അമ്മയെ വിറപ്പിക്കാൻ തുടങ്ങി. വീട് വിട്ട് ഇറങ്ങി മാറിപ്പോയി. ഒരു നയാ പൈസക്ക് ഉപകാരമില്ല. അപ്പോഴാണ് മനസ്സിലായത്
മനസ്സിലായത് ഇതാ, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മാത്രം ഉണ്ടാകത്തുള്ളൂ. ഭർത്താവ് ഉണ്ടായപ്പോൾ കാര്യം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരും വിറപ്പിക്കാനോ പേടിപ്പിക്കാനോ വന്നിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ പറയും, മൂർഖൻ പാമ്പ് കടിയേറ്റ് മരിച്ച ആളെയും കൊണ്ട് പോകുമ്പോൾ ഞാഞ്ഞൂള് പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടക്കാരെ കൂടി കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും. അതുപോലെയാണ് ഇന്ന് മക്കളിട്ട് തട്ടാൻ നോക്കുന്ന അവസ്ഥകൾ. അപ്പോൾ അത് വില കൊടുക്കാത്തത് കൊണ്ട് അവരുടെ പ്രതിഷേധം വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോഴേ അമ്മ മരിക്കാതെ തന്നെ എല്ലാം സ്വന്തം പേരിലാക്കണം, അല്ലെങ്കിൽ എഴുതി കൊടുക്കണം. കൊടുക്കാഞ്ഞിട്ട് ഇത്ര, ഇനി കൊടുത്തും കൂടെ കഴിഞ്ഞാൽ അനാഥമന്ദിരത്തിൽ പോലും ഒന്ന് ചെന്നാൽ എന്തെങ്കിലും കൊടുക്കാനില്ല അവസ്ഥയാകും. ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ: ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികക്കും. ഇതൊന്ന് തിരിച്ചും വായിക്കാവുന്നതാണ്. എല്ലാം ഭാര്യ മാത്രം ചെയ്യട്ടെ എന്നല്ല, ഭർത്താക്കന്മാർക്ക് കൂടെയുള്ള മെസ്സേജാണ്. ജീവിതകാലം മുഴുവൻ ജീവിച്ചിട്ട് വിറപ്പിച്ചും പേടിപ്പിച്ചും ആരൊക്കെ അനുകരിച്ച് അപ്പനാകാൻ, കൊച്ചാപ്പനാകാൻ, ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഏറുപിടിച്ച് നടക്കുന്ന പുരുഷനെ അല്ല നിങ്ങൾ അനുകരിക്കേണ്ടത്. ഇതാ, പരസ്പരം പങ്കുവെക്കുന്ന, സ്നേഹത്തിൽ ജീവിക്കുന്ന 5 കാര്യങ്ങൾ. കണ്ടുമുട്ടുക, ഭാര്യ ഭർത്ത് ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന്. കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. 5 കാര്യങ്ങൾ. കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ പങ്കാളിയെ മനസ്സിലാക്കുക. അവരുടെ അപ്പൻ്റെ അമ്മയിൽ നിന്നും നമ്മൾ ജനിച്ചാലും ഈ സ്വഭാവം തന്നെ ഉള്ളൂ. അതുകൊണ്ട് അവരെ കുറ്റക്കാരായിട്ട് കരുതാൻ നമുക്ക് അധികാരമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മുടെ അപ്പനിൽ നിന്നും അമ്മയ്ക്കും കുടുംബത്തിൽ നിന്നും നമുക്ക് കിട്ടിയ ട്രഡീഷൻ ആൻഡ് എൻവയോൺമെൻറ്റ് നമുക്കുള്ളതുപോലെ അവർക്കും കിട്ടിയ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളായാലും ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ. അതുകൊണ്ട് അവരെ വെറുക്കാൻ അധികാരമുണ്ടോ? ഇല്ല. മരിച്ചു കഴിഞ്ഞിട്ടും പഴങ്കഥയും വെച്ച് പിന്നെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും വെറുപ്പും കുശുമ്പും കുന്നായ്മയും വെച്ച് ജീവിക്കുന്നവരും ഭർത്താവിനെ വെറുക്കുന്നവരും ഭാര്യയെ വെറുക്കുന്നവരും ഉണ്ട്. അവർ സ്വയം വെറുക്കുന്നതിനും നിന്ദിക്കുന്നതിനും ഇല്ല. അപ്പോൾ കണ്ടുമുട്ടുക, പങ്കാളിയെ മനസ്സിലാക്കുക, കത്തെഴുതുക. അതായത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതാ, എല്ലാം തികഞ്ഞിട്ടല്ല നമ്മുടെ ജീവിതത്തിലേക്ക്. ഒരാൾക്കും തൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ എല്ലാം തികഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. പോരായ്മയുള്ളത് ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ അടുത്ത് വരുന്ന ദമ്പതികളോട് പറയാറുണ്ട്, മനഃശാസ്ത്രപരമായ വശമാണ്, അല്ലാതെ ഞാനുണ്ടാക്കിയതല്ല. ഒരു 3 വയസ്സ് തൊട്ട് ആണായാലും പെണ്ണായാലും ആ മക്കളെ മാറ്റിക്കിടത്തണം എന്ന്, അല്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഉപദ്രവമാണ് എന്ന് മാത്രമല്ല, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ദമ്പതികൾക്ക് ദാമ്പത്യ പ്രകാശനത്തിലും ദാമ്പത്യ ധർമ്മം എന്ന് പറയും. പിള്ളേരൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഉള്ള വിളവ് മുഴുവൻ പഠിച്ചതാണ്. കണ്ണിറുക്കി പഠിച്ച് കിടക്കും, ഉറങ്ങുന്ന പോലെ കിടക്കും. അപ്പോൾ കാണാൻ പാടില്ലാത്തതും അറിയാത്തതും അറിയേണ്ടാത്തതും എല്ലാം അവർ ഒപ്പിയെടുക്കും. അതുകൊണ്ട് മക്കൾ അറിയേണ്ടത് മാത്രമേ അവരെ അറിയിക്കാവൂ. അപ്പനും അമ്മയും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ, വാത്സല്യങ്ങൾ അറിയാൻ പാടില്ല എന്നല്ല, മക്കൾ അറിയേണ്ട പ്രായത്തിൽ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, ആശയപ്രകടനങ്ങൾ നടത്തുക. അങ്ങനെ 3-ാമത്തെ വയസ്സിൽ മാറിക്കിടക്കേണ്ടി വന്ന പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ഇതാ വിവാഹം നാൾ മുതൽ അവൾ ചേർത്ത് പിടിക്കുമ്പോൾ, അവളെ അവൻ ചേർത്ത് പിടിക്കുമ്പോൾ, അവളുടെ ജീവിതത്തിൽ അകന്നുപോയ, നഷ്ടപ്പെട്ടു പോയ ആ അകൽച്ച, അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് അന്ന് ആ മാറിക്കിടക്കേണ്ടി വന്ന ആ മുറിവുകൾ, ആ വേദനകളെല്ലാം അവിടെ സാന്ത്വനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, ആശയപ്രകടനം, നല്ലതും നല്ലതാണെന്ന് പറയുക. ചിലരുണ്ട് ഭയങ്കര പിശുക്ക, അന്തർമുഖരായിട്ട് ഇങ്ങനെ ജീവിക്കും. അവസാനം മരിച്ചു കഴിയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ. ഞാൻ പലയിടത്തും പോകുമ്പോഴും പലരും ഇവിടെ വരുമ്പോഴും കാണാറുള്ള ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കും. എൻ്റെ അപ്പം പറയും, തേങ്ങ എന്ത് ചെയ്യണം? പൊതിക്കണം. അപ്പം പറയാറുള്ള കാര്യമാണ്, മരിച്ചിട്ട് 10-21 വർഷമായി. തേങ്ങ എന്ത് ചെയ്യണം? പൊതിക്കണം. പിന്നെ എന്ത് ചെയ്യണം? തേങ്ങ പൊട്ടിക്കണം, ചിരട്ട പൊട്ടിക്കണം. പിന്നെ എന്ത് ചെയ്യണം? തേങ്ങ ചിരണ്ടണം. പിന്നെ എന്ത് ചെയ്യണം? തേങ്ങ മിക്സിയിൽ അടിക്കുകയോ പിഴിഞ്ഞെടുക്കുകയോ ചെയ്യണം. ആ തേങ്ങാപ്പാൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അരച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഉപയോഗം വരുന്നത്. അതുപോലെ ഉള്ളു മുഴുവൻ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് അനുഭവവേദ്യമാകാത്ത സ്നേഹം ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായിട്ട് എന്ത് കാര്യം? നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ കിടന്ന് ഭയങ്കര വെട്ടലാണ്. 1 കൊറിന്തോസ് 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. പലരും സീരിയലിലും സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ അഭിനയങ്ങളും പ്രതീക്ഷിച്ചാണ് വരുന്നത്. അത് പൈങ്കിളി പോലെ അതുപോലെ തന്നെ പലയിടത്തും പൊട്ടിത്തെറിച്ച് പോകുന്നു. ഇന്നൊരമ്മ
ഏതോ ഒരമ്മ എന്നെ വിളിച്ചത് ഓർക്കുകയാണ്. മകള് പണ്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് നോക്കാതെ അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. പക്ഷേ 4 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. ഇപ്പം 1.5 വർഷം മുമ്പ് അവൾക്ക് PSC ജോലി കിട്ടി. പക്ഷെ അതോടുകൂടി അവളുടെ സ്വഭാവം മാറി. ഇപ്പോൾ 1 വർഷമായിട്ട് പണ്ട് വിട്ട് കളഞ്ഞ ചെറുക്കനുമായിട്ട് അവൾ അടുപ്പത്തിലാണ്. ഭർത്താവുമായിട്ട് ഡിവോഴ്സിന് കൊടുത്തിട്ടിരിക്കുക, കുട്ടികളൊന്നുമില്ല. അവൾക്ക് മറ്റേ ചെറുക്കൻ്റെ കൂടെ പോകണം. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ ഞെരുങ്ങുന്ന മാതാപിതാക്കൾ. ഇതാ ടാക്സി ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോയ മകളെ പോലീസ് പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന ഒരു സംഭവം ഓർക്കുകയാണ്. എന്നാൽ സ്നേഹനിധിയായ ഭർത്താവ് ഇവിടെ വന്നതാ പലതവണ, 2 കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത മകളെ കല്യാണം കഴിപ്പിക്കാനുണ്ട്. ഈ അമ്മയുടെ അപ്പം മരിച്ചുപോയ ആ അമ്മയുടെ തീവ്രമായ വേദന ഇതാ. ഇനി ഇളയ മകൾക്ക് നല്ലൊരു ബന്ധം കിട്ടുമോ? ഇങ്ങനെ നെരുങ്ങുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. കുടുംബത്തിന് വേണ്ടി ഒരു ബലിവസ്തു പോലെ എരിഞ്ഞടങ്ങുന്ന ജീവിതങ്ങൾ. ആദ്യം കെട്ടിച്ചതിൻ്റെ കടം തീർന്നിട്ടില്ല, അപ്പോൾ അടുത്തതിനെ കെട്ടിക്കാൻ വന്നപ്പോൾ മൂത്തവള് വേറെ ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയ അതിൻ്റെ നാണക്കേടും വേദനയും. അപ്പോൾ കണ്ടുമുട്ടുക, കത്തെഴുതുക, മാതാപിതാക്കൾ ഒരിക്കലും വഞ്ചിക്കാതിരിക്കുക, ചുംബിക്കുക, സ്നേഹപ്രകടനങ്ങൾ നടത്തുക. പ്രൈസ്തലമാണ്. അപ്പോൾ സ്നേഹപ്രകടനങ്ങൾ നടത്തണം. എല്ലാ ജീവികൾക്കും ആവശ്യമുള്ള ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇവിടെ വീട്ടിൽ 2 പട്ടിക്കുട്ടികളുണ്ട്. ഒന്നൊരു മാക്സും മറ്റേതൊരു കിങ്ങിണിയും. കിങ്ങിണി ഒരു 3 കിലോ വലിപ്പമുള്ളൂ, ഒരു മിനിയേച്ചർ പിൻ, ഒരു ചെറിയ ഇതാണ്. ഭയങ്കര ഉമ്മൻ തരാൻ വേണ്ടി ഇടിപിടിക്കുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. ഒരു പട്ടിക്കുട്ടിക്ക് പോലും അറിയാം ഉമ്മൻ കൊടുക്കണമെന്ന്. അതുപോലെ ഇവിടെ ഒരു കോക്ടെയിലുണ്ട്, അതും ഇങ്ങനെ ഉമ്മൻ കൊടുക്കാൻ വേണ്ടി വരും. നേരത്തെ ഞങ്ങൾ അഴിച്ചു വിടുമായിരുന്നു, നല്ല ഇണക്കമായിരുന്നു. പിന്നീട് ഇതിൻ്റെയൊക്കെ ഈ പൊടികളൊക്കെ നമുക്ക് പറ്റാത്തത് കൊണ്ട് അതിൻ്റെ കൂട്ടിലേക്കാക്കി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തോളത്തുകൂടെ കയറി, ഇതിലെ കൂടി കയറി തലയിൽ കൂടെ വന്ന് ചുണ്ടിൻ്റെ അവിടെ വന്ന് ചുണ്ടിൽ തന്നെ ഇങ്ങനെ ചുംബനം തരുമായിരുന്നു. അപ്പോൾ ഉമ്മന്താന്ന് പറയുമ്പോൾ വന്ന് ഉമ്മൻ തരും. ഒരു ജീവികൾക്ക് പോലും സ്നേഹം ആവശ്യമില്ലാത്ത ആരാ ഈ ലോകത്തുള്ളത്? 70 വയസ്സായ അപ്പാപ്പനെ കൊണ്ടുപോയി ആശുപത്രി ഇട്ടാലും നേഴ്സിനെ നിർത്തിയാലും അപ്പാപ്പൻ ആരോഗ്യം തിരയും, അന്വേഷിച്ചുകൊണ്ടിരിക്കും, വിളിച്ചുകൊണ്ടിരിക്കും. ആരെയാ? സ്വന്തം മക്കളെ, സ്വന്തം പങ്കാളീനെ. എന്തിനു വേണ്ടിയാ? ഒന്നിനും കുറവില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് ഉടയവരുടെ സാന്നിധ്യവും സ്നേഹവും സ്നേഹപഠനങ്ങളുമാണ്. ഇതുപോലെ തന്നെയാണ് ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ സ്നേഹം അല്ലെങ്കിൽ പ്രണയം വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രണയം ജീവിത അവസാനം വരെ. ഇന്ന് പലയിടത്തും പ്രണയം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. എന്ന് പ്രണയം പടിയിറങ്ങിയോ അന്ന് വെടികൊണ്ട സായിപ്പിനെ പോലെ ഏറ് പിടിച്ച് നടക്കുന്ന അവസ്ഥ, കണ്ടുപരിചയം പോലും ഇല്ലാത്ത അവസ്ഥ. എന്തൊരു ജീവിതം! 10, 20, 30 വർഷം ജീവിച്ചിട്ടും കൂടെ ജീവിക്കുന്ന ആളെ കണ്ടുപരിചയമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് പഠിച്ച് ഡോക്ടറും എൻജിനീയറും വക്കീലും ഒക്കെ ആയാലും. ഞാൻ ഓർക്കുക, ഒരു ഡോക്ടറുടെ ഭാര്യ വന്നത് 42 വയസ്സായ, ഇവർക്ക് ക്യാൻസർ പോലും വന്ന് മാറിയതാണ്. 42 വയസ്സായ മകനുണ്ട്. മകന് കല്യാണം വേണ്ട. ഇനി ആരെ കൊണ്ടും പറയിക്കാനില്ല. കാരണം അവൻ പറയുന്നത് ഇതിലും വലിയ നാടകവും അനുകരണവും ഇനി കാണാനില്ല. നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. കാരണം അപ്പനും അമ്മയും 2 മുറി കിടക്കുന്നതാണ്. സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നതും ഒരു സ്നേഹപ്രകടനവും കണ്ടിട്ടില്ല. ഈ മകൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഉണ്ടായതെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഇടയിൽ കാണുന്നത് ഇതല്ലേ? കല്യാണം കഴിച്ചാൽ ഇതൊക്കെ തന്നെ, ഈ നാടകം തന്നെ ഒക്കെ അല്ലേ കാണുന്നതും കണ്ടതും. അപ്പോൾ അതിലും ഭേദം ഒരു പെണ്ണിനെ കൂടി ചതിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന അമ്മയെ ഓർക്കുകയാണ്. ഭാര്യയും ഭർത്താവും 2 മുറി. ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞ ശരിയാ, അത് തന്നെ ഏറ്റവും വലിയ വേദം എനിക്കും പറഞ്ഞു തരാനുള്ളത്. അത് നിങ്ങളെ ശരിയാക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ശരിയാകത്തില്ല, ഞാൻ ശരിയാകത്തില്ല. 2 പേർക്കും നല്ല ഈഗോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ മക്കൾ ഇപ്പോഴേ കല്യാണം വേണ്ടെന്ന് പറയുന്നവരും കല്യാണ പ്രായം കഴിഞ്ഞിട്ടും അതിനെ ആക്രോശിക്കുന്നവരുമാണെങ്കിൽ ഒന്ന് സ്വയം തിരിഞ്ഞു നോക്ക്. നിങ്ങളിൽ നിന്ന് അനുകരണമായ ഒരു മാതൃക ഭാര്യ-ഭർത്താക്ക ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ മാധുര്യം, അതിൻ്റെ പ്രണയം ഒരു പ്രോത്സാഹനമാണോ മക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും തിരുത്തി ദൈവത്തോട് മാപ്പ് പറഞ്ഞ് മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുക. കിഴക്കമ്പലത്തൊരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് വന്ന ഒരു അമ്മച്ചി പറഞ്ഞിട്ട് ഇളയ മകളുടെ
പ്രസവത്തിന് കുഞ്ഞിനെ നോക്കാൻ വന്ന ഒരു അമ്മച്ചി പറഞ്ഞിട്ട് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതും അവർ വന്നത് ഓർക്കുകയാണ്. അവരുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഈ ഹോം നേഴ്സായ അമ്മ അവിടുത്തെ അപ്പൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ഇതാ ഏറ് പിടിച്ച പോലത്തെ ഒരു മനുഷ്യൻ, ഒന്ന് ചിരിക്കുന്നില്ല, ഒരുപാട് ദുഃഖങ്ങളാണ്. അങ്ങനെ ആ മനുഷ്യനുമായിട്ട് പങ്കുവച്ചപ്പോൾ പൊട്ടി കരയാൻ തുടങ്ങി. എല്ലാവരും വിറപ്പിച്ച് ശരിക്കും ഒരപ്പം കളിച്ചാണ് ആ വീട്ടിൽ പണ്ട് മുതൽ എല്ലാവരും വിറപ്പിച്ചു. പക്ഷെ ഭാര്യ പോയതോടുകൂടി വിലയില്ല. മക്കളെ ഇപ്പോൾ 2 പെൺമക്കളാണ്. ഒരെണ്ണം കെട്ടിച്ച് വേറെ വീട്ടിലേക്ക് വിട്ട് ഒരെണ്ണം കെട്ടി ഇവിടെ താമസിക്കുകയാണ്. വിറപ്പിക്കാൻ നോക്കിയാലൊന്നും പഴയ പോലെ വിറക്കൊന്നില്ല. ഭാര്യ കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരപ്പനായിട്ടൊന്ന് ഇരിക്കെങ്കിലും ചെയ്യാമെന്ന്. ഇപ്പോൾ ഇതെല്ലാം കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇത്രയും പെട്ടെന്ന് ഭാര്യ പോകുമെന്ന് ഓർത്തില്ല. അതുകൊണ്ട് ഒരു ജീവിതവും നമുക്കുള്ളൂ. എൻ്റെ അപ്പനും അമ്മയും മരിച്ചുപോയി. അമ്മ പറയും, അമ്മ അപ്പനും കൂടി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം പറയും, ആദ്യം ഞാൻ മരിക്കുന്നതാണ് നല്ലത്, നീ പിന്നെ മരിച്ചാൽ മതി എന്ന്. കാരണം മക്കളും മരുമക്കളും ആയിട്ടൊക്കെ ജീവിക്കുമ്പോൾ പുരുഷന്മാർക്ക് അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ, ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അടുക്കളയിൽ കയറി ഭക്ഷണങ്ങളൊക്കെ എടുക്കാനും ചോദിക്കാനും സ്ത്രീകളുടെ പോലെ അത്രയും കാര്യം എല്ലാവരും സ്നേഹത്തിലൊക്കെ ആണെങ്കിലും പുരുഷന്മാർക്ക് അതുപോലെ പറ്റത്തില്ല. എന്നാൽ സ്ത്രീകളാണെങ്കിൽ, അമ്മമാരാണെങ്കിൽ പോയൊന്ന് സഹായിച്ചു കൊടുക്കാനും പ്രാർത്ഥനയുമായിട്ടും കാര്യങ്ങളിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സ്ത്രീകൾക്ക് സാധിക്കും. അതുപോലെ പുരുഷന്മാർക്ക് അത്രയും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം മരിക്കണം, എന്നിട്ട് നീ മരിച്ചാൽ മതിയെന്ന് അപ്പനും അമ്മയും വഴക്കിട്ടിട്ടല്ല, സ്നേഹത്തോടെ പറയുമായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അപ്പം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 6-7 വർഷം അമ്മ മരിച്ചിട്ടായിട്ടുള്ളൂ. അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നിറവേറി. അപ്പോൾ ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഉത്തമമായി തീരുന്നില്ല എങ്കിൽ ഓർത്തോ, ആദ്യം ദൈവമായിട്ടുള്ള ബന്ധം ഓരോ ഭർത്താവും ശരിയാക്ക്. ഞാനെന്ന ഭാവവും അഹങ്കാരവും ഈഗോ ഒക്കെ മാറ്റി, ആരെയൊക്കെ അനുകരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി താഴത്തെ തലത്തേക്ക് ഇറങ്ങി വാ. അപ്പനും ഭർത്താവും കാമുകനും എല്ലാം ചേർന്ന ഒരു റോളാണ് ഭർത്താവിനുള്ളത്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന് ഈ പ്രസന്നത ഉണ്ടോ, ഈ സന്തുഷ്ടി ഉണ്ടോ, അല്ലെങ്കിൽ പൈസ ഉണ്ടോ ഇല്ലോ എന്നതല്ല, ഏത് കാര്യത്തിനും അവനൊരു മോട്ടിവേഷൻ ഉണ്ടാകണമെങ്കിൽ അതാണ് ഒരു പാട്ടിൽ പാടും, പൂമുഖവാതിൽക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര മുള്ളായാലും അതിനെ പുഷ്പമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നല്ല ഉത്തമയായ ഒരു ഭാര്യയാകുമ്പോൾ നല്ലൊരു മരുമകളാകാനായിട്ട്, നല്ലൊരു ഭാര്യയാകാനായിട്ട്, നല്ലൊരു അമ്മയാകാനായിട്ട്, നല്ലൊരു കുടുംബിനിയാകാനായിട്ട്, കുടുംബത്തിൽ വരുന്നവരോട് സ്നേഹത്തോടെ പെരുമാറാനും ആതിഥ്യ മര്യാദകൾ നിറവേറ്റാൻ ഒക്കെ സാധിക്കും. വൃത്തിയും വെടിപ്പും വീറുമായിട്ട് നടക്കണം. കുടുംബ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കണം. സമയത്ത് ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അതുപോലെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യം ഭർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഒന്ന് അവളോട് കൂടെ ഇരിക്ക്, ആ മുഖത്തൊന്ന് നോക്ക്. ഒരു സ്ത്രീ പറഞ്ഞതാ, 10-25 വർഷമായി, പക്ഷേ ഇയാൾ എൻ്റെ മുഖത്ത് ഇന്ന് വരെ നോക്കിയിട്ടില്ല. ഒന്ന് കണ്ണും നോക്കിയാൽ തീരാവുന്നത്. ഇങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല ബ്രദർ. എൻ്റെ അടുത്ത് 2 പേര് ഉദ്യോഗസ്ഥരാണ്, സംസാരിക്കാണ്ട് വന്നിരിക്കുക. ഇയാൾ ഇന്നും വരെയും എൻ്റെ മുഖത്ത് ഭാഗത്തിനൊന്ന് നോക്കിയിട്ടില്ല എന്ന്. ഇത് നീ ചെയ്ത ഇത് നന്നായിട്ടുണ്ട്, ഈ ഉടുപ്പ് നിനക്ക് ചേരും, നീ സുന്ദരിയാണ്, എന്നാൽ അതൊന്ന് പറയാനുള്ള ആ പിശുക്ക്, അല്ലെങ്കിൽ ഈ ഭക്ഷണം നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല, പിന്നെ എന്തൊക്കെ ചെയ്തു തരുമെന്ന് പറയത്തില്ല. അങ്ങനെ ഇതെല്ലാം മാറ്റങ്ങൾ വരുത്തണം. പ്രഭാഷകൻ 26-7-8 വാക്യത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുകം പോലെയാണ്. നുകം ഉരസിക്കൊണ്ടിരുന്നപ്പോൾ കന്നുകാലികളെ മേയ്ക്കുമ്പോൾ അവയ്ക്ക് നുകം ഉണ്ടാകും. നുകം ഉരസി പൊട്ടി പഴുത്ത് എന്തിറങ്ങും, പുഴുവിറങ്ങും, ദുർഗന്ധം വഹിക്കും. ചിലപ്പോൾ അത് മരിക്കുന്ന അവസ്ഥ, ചാകുന്ന അവസ്ഥ ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുകം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്ന പോലെ. തേളിനെ എങ്ങനെ പിടിച്ചാലും
എപ്പോൾ കുത്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. തേളിനെ പിടിച്ചാൽ കുത്ത് ഉറപ്പാണ്. ഇതുപോലെ തന്നെയാണ് കുത്ത് കിട്ടിയിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. ഇന്ന് മദ്യവും സിഗരറ്റും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ത്രീകളും ഒട്ടും കുറവല്ല. അവരുടെ മക്കൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു ദൈവത്തിന് തന്നെ അറിയാം. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ പെരുകി വരികയാണ്. ഒരു സ്ത്രീ എൻ്റെ അടുക്ക് വന്നപ്പോൾ പറഞ്ഞത്, ബ്രദറെ, നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് നുണ പറയാൻ പാടില്ലല്ലോ. അല്ല, ഞാനും കുടിക്കും. എൻ്റെ ഭർത്താവ് പട്ടാളക്കാരനായതുകൊണ്ട് പുള്ളി കുടിച്ചു മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സഹായിച്ചു കുടിക്കാൻ തുടങ്ങിയതാണ്. കൊള്ള, ഇപ്പം മകൻ മുതുകുടിയനായി തീർന്നു. ഞാൻ ചോദിച്ചു, ചേട്ടൻ മരിച്ചു പോയി, ചേച്ചി ഇപ്പോഴും കുടിക്കുക? ഞാൻ നുണ പറയരുതല്ല, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. മകൻ്റെ കുടി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കണേ. ഇവൻ്റെ പോലത്തെ കുടിയല്ല, ഇവൻ വൃത്തികെട്ട കുടിയെല്ലാം തല്ലി തകർക്കുന്ന, വിവാഹബന്ധവും തകർന്നിരിക്കുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു, ആദ്യം അവനവനിലേക്ക് തന്നെ തിരിഞ്ഞു. മകൻ വയറ്റിൽ കിടന്നപ്പോൾ മദ്യത്തിൻ്റെ കുഞ്ഞിനാണ് ജന്മം കൊടുത്തത്. അപ്പനും മദ്യം, അമ്മക്കും മദ്യം. ഈ മകൻ നമ്പർ 1 മദ്യം ലഹരിയായി തീർന്നിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഇനിയെങ്കിലും മാറ്റം വരുത്ത് ചേച്ചി. ഇത് മരുന്നല്ല, ഇത് മദ്യമാണ്, മദ്യപിശാചാണെന്ന് പറഞ്ഞു കൊടുത്ത് ഓർക്കുകയാണ്. പ്രഭാഷകൻ 26. അപ്പോൾ സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാൻ. ജഡികമായ ആസക്തികളാൽ നിറഞ്ഞ ജീവിതം മാത്രമല്ല, ഭാര്യ-ഭർത്തൃ ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് പരസ്പരം തൃപ്തിപ്പെടുത്തി സ്നേഹം പങ്കുവെച്ചുകൊണ്ട് എളിമയോടെ ജീവിക്കുവാനായിട്ട് സാധിക്കണം. സുഭാഷിതം 19:14 പറയുന്നുണ്ട്, വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു. വിവേകമതിയായ ഭാര്യയാകട്ടെ കർത്താവിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് ഇതാ വീട്ടുകാരെയും ബ്രോക്കറിനെയും നാട്ടുകാരെയും ഭാര്യ വീട്ടുകാരെയും തെറി വിളിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് ഉത്തമമായ ജീവിത പങ്കാളിയെ തന്നെയാണ്. ഇനി ഭാര്യയുടെ കുറവും ഭർത്താവിൻ്റെ കുറവും പറഞ്ഞിരിക്കുന്നത് സ്വന്തം കഴിവുകേടാണ്. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത് പൂർത്തീകരിക്കാൻ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. നിങ്ങളുടെ ക്ഷമയും സഹിഷ്ണുതയും വഴി പരസ്പരം വിശുദ്ധീകരിക്കാൻ. ഇല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞ 7 നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായി തീരുന്നു. ഇന്ന് മക്കൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണോ? എല്ലാവരും വിറപ്പിക്കുന്ന പേടിപ്പിക്കുന്ന സ്വഭാവമാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗേറ്റ് മറിഞ്ഞു വീണ് ഭാര്യ മരിച്ചു. ഭർത്താവ് ബ്ലഡ് ഇൻജസ്റ്റ് ചെയ്ത് വരുന്നതുവരെ ഇതാ ഗേറ്റും അടച്ച്, വെളുപ്പാങ്കാലത്തായതുകൊണ്ട് ഗേറ്റും അടക്കാൻ വന്ന ഭാര്യയ്ക്ക് സംഭവിച്ചത് ദാരുണമായ അന്ത്യം. ഇതുപോലെ തന്നെ ഭർത്താവിനെ യാത്രയാക്കി 18 വയസ്സിൽ വിവാഹം കഴിഞ്ഞ BLM ധ്യാന കേന്ദ്രത്തിൽ വിധവാ കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന സഹോദരി പറഞ്ഞ അനുഭവം ഓർക്കുകയാണ്. ഭർത്താവിനെ യാത്രയാക്കി നിറവയറോടെ കാത്തിരുന്നു. പക്ഷേ ഇതാ 18 വയസ്സിൽ കല്യാണം നടന്ന് ഇത്ര നല്ലൊരു ഭർത്താവിനെ സ്വപ്നത്തിൽ പോലും കിട്ടത്തില്ല. അത്ര നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ പോകുന്ന വഴിയിൽ ഇതാ 2 വീലറിൽ ടാങ്കർ ലോറി തട്ടി തലയിലൂടെ കയറി ഇറങ്ങിയ, മുഖം കാണാൻ പറ്റാത്തത് കൊണ്ട് പെട്ടിയുടെ മുകളിൽ ഭർത്താവിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് അവസാനം നോക്കൊന്നും മുഖം പോലും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ പിടിവാശിയും ബലം പിടുത്തമൊക്കെ വെച്ചിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് വെള്ളയും ഇട്ട് ആഭരണവും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആചാരാനുഷ്ഠങ്ങളും കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് നടക്കാനല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്ത്, ജീവിച്ചിരിക്കുമ്പോൾ ഒന്നൊരു ചുംബനം കൊടുക്ക്, ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്ക്. നിൻ്റെ സ്പർശനം, നിൻ്റെ സ്നേഹം, ഒരു തലോടന് വേണ്ടി ഒന്ന് കൊതിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ. പറയാൻ പല കുറവുകളും അങ്ങും ഇങ്ങും ഉണ്ടായേക്കാം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെയും ഭർത്താവ് വീട്ടുകാരുടെയും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഓർക്കുക, ഇതിനേക്കാൾ വലിയ കഴിവുകേട് വേറെയില്ല. അത് നിങ്ങളൊരു കഴിവുകെട്ട ഭാര്യയായി കഴിവുകെട്ട ഭർത്താവായി തരം താഴാൻ ഒരിക്കലും ഇടയാകരുത്. കാരണം അവളെന്ന് പറഞ്ഞാൽ നീയാണ്, നീ എന്ന് പറഞ്ഞാൽ അവളാണ്. കാരണം ബൈബിളിൽ ഇത്ര വ്യക്തമായിട്ട് മത്തായി 19:6 പറയുന്നുണ്ട് നിങ്ങൾ ഒന്നാണ് എന്ന്. ഉൽപ്പത്തി 2:18 പറയുന്നു, മനുഷ്യൻ ഏകനായി നല്ലതല്ല, അവന് ചേർന്നതിനെ ഇണയെ ഞാൻ നൽകുമെന്ന്. ഏശയ്യാ 34:16 പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല, അവിടുന്ന് സൃഷ്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവളെന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാൽ അവനാ എന്നുള്ള ഒരു ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെയും തൻ്റെ വീട്ടുകാരുടെയും പറഞ്ഞുള്ള തട്ടലുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴെങ്കിലും അവസാനിക്കും. മരിച്ചിട്ടും വിട്ട് കളയുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ മക്കളെ പോലും അനുഭവിക്കാൻ പറ്റാത്ത പലരെയും കണ്ടുമുട്ടാറുണ്ട്. പച്ചയായിട്ട് തുറന്നു പറയുന്ന ഇതാണ്, ഇപ്പോഴും മക്കളെ
അവർക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം മരിച്ചുപോയ ഭർത്താവിനോട് വെറുപ്പ്, ഭാര്യയോട് വെറുപ്പ്, അവരുടെ വീട്ടുകാരോട് വെറുപ്പ്, വയറ്റിൽ കിടന്നപ്പോഴേ വെറുപ്പും വെച്ചുകൊണ്ടാണ്. ഇനി പഴങ്കഥയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവരിങ്ങോട്ട് വരുമോ, അല്ലെങ്കിൽ നല്ല മാറ്റവും പോയി വരുത്താൻ പറ്റുമോ? അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ക്ഷമിക്കുക. അവർ നമ്മളോട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെങ്കിലും ക്ഷമിക്കുക, കരുണ കാണിക്കുക, എനിക്ക് വന്ന ഗതി നിങ്ങൾക്കും വരരുത് എന്ന്. അത് ജീവിച്ചിരിക്കുന്നവർ മാറ്റം വരുത്തി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും വിശുദ്ധീകരിച്ച് ക്ഷമിച്ചും പുറത്തും മാതൃകാപരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. ആരാണ് ആദ്യം പോകുന്നതെന്ന് നമുക്ക് ഒന്നും അറിയത്തില്ല. നോമിനി വെച്ച ആൾ പോകുക അല്ലെങ്കിൽ നോമിനി പോവുക എന്ന് അറിയില്ല. ഇതുപോലത്തെ ഒരു സംഭവം അറിയാം. ഇൻഷുറൻസ് അവസാനം നോമിനിയാണ് മരിച്ചത്, നോമിനി വെച്ച ആൾ ജീവിച്ചിരുന്നു. അതുകൊണ്ട് ആരാദ്യം പോകുന്നത്? പ്രായം കുറഞ്ഞ ആൾ പോയി, പ്രായം കൂടിയ ആളവിടെ ഇരുന്നു. ആരാദ്യം പോകും? തിരിച്ചും സംഭവിക്കുന്നുണ്ട്. ആരാദ്യം പോകുന്നു ഒന്നും നമുക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക. ഇങ്ങനെ പറയും, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതിൻ്റെ വില അറിയുന്നത്? അതുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും സ്നേഹിക്കുക. രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന വ്യത്യസ്തമായ ജീവിത പശ്ചാത്തലമുള്ള ആരും സ്വർഗത്തിൽ നിന്നല്ല കല്യാണം കഴിച്ചത്, കുറവുകളുള്ള മാതാപിതാക്കളിൽ നിന്നാണ്. ഇനി പുരുഷൻ്റെ മനഃശാസ്ത്രം ഒന്ന്, സ്ത്രീയുടെ മനഃശാസ്ത്രം ഒന്ന്. നമുക്കറിയാം, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ ഒരു ലോറി ഓടിക്കുന്നത് പോലെ അതിൽ കിടന്ന് സർക്കസ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓട്ടോറിക്ഷയാണെന്ന് അറിഞ്ഞ് അതിൻ്റെ ഹാൻഡിലും ഗിയറും ക്ലച്ചും എല്ലാം കൈകാര്യം ചെയ്ത് അത് ഉപയോഗിക്കണം. ഞാൻ ലോറി ഓടിച്ച ആളാണെന്ന് പറഞ്ഞാൽ അതിൽ കിടന്ന് സർക്കസ് കാണിച്ചിട്ട് കാര്യമുണ്ടോ? മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ ഇതാ. അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ. ജീവിക്കുന്ന കാലയളവിൽ ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെയും പരിമിതികൾ അറിഞ്ഞ്, നിന്നെ എല്ലാത്തിലും എസ്കേപ്പിസം പറഞ്ഞ് രക്ഷപ്പെട്ടു മറ്റുള്ളവരുടെ മുമ്പിൽ തിമർത്താടും ഭയങ്കര അഭിനയമാണ്. പക്ഷേ സ്നേഹപ്രകാശനത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരും മാറിക്കിടക്കുന്നവരും ഒഴിഞ്ഞു മാറുന്നവരും പിള്ളേർ ഉണ്ടെന്ന് പറയുന്നവരും പിള്ളേർക്ക് പ്രായമായെന്ന് പറയുമ്പോൾ ഏത് പ്രമാണത്തിലാണ്, ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മക്കളുണ്ടെന്നും പറഞ്ഞു ഭാര്യഭർത്തൃ സ്നേഹം പാടില്ല എന്ന്? അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ. ആരാണ് ആദ്യം വിളിക്കപ്പെടുന്നത് നമുക്കറിയില്ല. ഞാനിത് പറയുമ്പോൾ താല്പര്യത്തോടെ ഇത് കേൾക്കുകയും പങ്കാളി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ മെച്ചപ്പെടുത്താം എന്നോർത്ത് ഉള്ളിലെങ്കിലും ഒരു കണ്ണീര് പൊടിയുന്നവരൊരു പക്ഷേ ഉണ്ടായിരിക്കാം. കാരണം വിധവകൾക്ക് വേണ്ടി എന്നുള്ള ഒരു വചനം ഒരു എപ്പിസോഡ് പോസ്റ്റ് ചെയ്തപ്പോൾ പല വിധവകളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ഓർത്തില്ല ബ്രദറെ, ഇനിയും ജീവിതം ഉണ്ടാകും, പിന്നെ മാറ്റം വരുത്താമെന്നോർത്ത് കുറച്ചും കൂടി വിട്ടുവീഴ്ച, കുറച്ചും കൂടി സ്നേഹം കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കുറ്റബോധത്താൽ നീറിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ബ്രദറെ. എന്തൊക്കെ കുറവുണ്ടായിരുന്നെങ്കിലും കുറേ നന്മകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ആര് പറഞ്ഞാലും കുറ്റങ്ങൾ മാത്രം ഉള്ളെന്ന് അടിച്ചു തള്ളുന്ന പറയുന്ന അവസ്ഥകളായിരുന്നു. അതുകൊണ്ട് ചവിട്ടി തേക്കുന്ന അവസ്ഥകളായിരുന്നു. അതുകൊണ്ട് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് സാവൂൾ കേട്ട അതേ ദൈവസ്വരം ഭാര്യയും ഭർത്താവും തിരിച്ചറിയണം. ഭർത്താവിൽ യേശുവുണ്ട്, ഭാര്യയിൽ യേശുവുണ്ട്. ഇതാ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഓരോ ഭാര്യയും ഭർത്താവും. അതറിഞ്ഞുകൊണ്ട് ഒരാൾക്കെങ്കിലും ഈ വചനം ഒന്ന് ഒരു സമീപസ്ഥമാകുമെങ്കിൽ, ഈ വചനം ഒന്ന് പ്രയോജനപ്പെടുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞ കാര്യം, മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അപ്പച്ചൻ മരിച്ചിട്ട് 21 കൊല്ലമായി, അമ്മ മരിച്ചിട്ട് 7 വർഷമായി. അമ്മ പറഞ്ഞു തന്ന കാര്യം ഇതാണ്: മോനെ, നീ ദമ്പതികൾക്ക് വേണ്ടി ക്ലാസ്സും വചനമൊക്കെ പറയാറുണ്ട്, ആ കാര്യമൊന്നും കൂട്ടുകയല്ലാതെ കുറക്കരുത്. പ്രത്യേകിച്ച് ദമ്പതികൾ ഭാര്യാഭർത്താക്കന്മാരോട് വളരെ വ്യക്തമായിട്ട് പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരോട് സ്നേഹത്തിൽ കവിഞ്ഞൊന്നും ഉണ്ടാകരുതെന്ന്, എന്തെല്ലാം തെറ്റുകുറ്റുണ്ടെങ്കിലും പൊറുക്കാനും ക്ഷമിക്കാനും ഒരിക്കലും മാറിക്കിടക്കരുതെന്നും ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമ്മം നിറവേറ്റി ജീവിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് എൻ്റെ അമ്മ മരിക്കുന്നതിന് തൊട്ട് അടുത്ത ദിവസം തന്ന ഉപദേശങ്ങളിൽപ്പെട്ട കാര്യമാണ്. ആ മോൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്നതാണ്. നീ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഭാര്യാഭർത്താക്കന്മാർ ശരിയായ മക്കളും തലമുറകളെല്ലാം ശരിയാകും. നീ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അമ്മച്ചിക്ക് അറിയാം എന്ന് ആധികാരികമായിട്ട്, അത് ദൈവം തന്നെ അമ്മച്ചിയിലൂടെ പറഞ്ഞു തന്ന ഒരു കാര്യമായിട്ട് ഞാനത് വിശ്വസിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്നവരോടും എനിക്ക് പറഞ്ഞു തരാനുള്ള ഒറ്റ കാര്യം ഇതാണ്: ഒരു ജീവിതവും
നമുക്കുള്ളൂ. പിന്നെ വിവാഹാനന്തരമുള്ള കാര്യമൊന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അവിടെ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. കാരണം 7 പ്രാവശ്യം വിവാഹം കഴിച്ചവർ മരണാനന്തരം ആരുടെ ഭാര്യയായിരിക്കും ഭർത്താവായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് അവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാ ആത്മാക്കളാണെന്ന്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞ് സ്നേഹിക്കാം, ആത്മാക്കളായിട്ട് സ്നേഹിക്കാം എന്നും പറഞ്ഞിരിക്കാതെ ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക. മരണം എന്നതൊരു റിയാലിറ്റിയാണ്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ, അലസത കൂടാതെ. ഞാൻ ഓർക്കുകയാണ് കുറേ വർഷം മുമ്പ് എൻ്റെ പെങ്ങൾ വരാപ്പുഴടുത്ത് താമസിക്കുമ്പോൾ അന്ന് എൻ്റെ മക്കളെ നിർത്താനായിട്ട് കൊണ്ടുപോയി. അവർ അന്ന് ചെറിയ പിള്ളേരാണ് മക്കൾ. അപ്പോൾ രാത്രിയായപ്പോൾ ഇവർ തിരിച്ചിങ്ങോട്ട് വന്നോന്നും പറഞ്ഞ് ഒരു ഹോം സിക്നെസ് കരഞ്ഞപ്പോൾ പെങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യും, ഞങ്ങൾ കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്ന് കൊണ്ടുപോകാം. അങ്ങനെ 3 മക്കളെ മുമ്പിലും പുറകിലുമായിട്ട് 2 വീലറിലിരുത്തി ഞാനും എൻ്റെ ഭാര്യയും ചാടിക്കയറി വന്നു. പിള്ളേർ കരയുന്ന കേട്ടപ്പോൾ വിഷമം. അവിടെ ഒരു കുറവുമില്ല, അവൾ നല്ലോണം നോക്കും. പക്ഷേ അവരങ്ങനെ വിട്ടുപിരിഞ്ഞൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയി വരാപ്പുഴ പാലം എത്തിയപ്പോൾ ചോരയിൽ കുളിച്ച് ഏതോ വണ്ടി ഇടിച്ചിട്ട് പോയ ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ ആ ചേച്ചി മുടി പറിച്ചുകൊണ്ട് എനിക്കും ഭാര്യയും കൊച്ചൊക്കെ ഉള്ളല്ലേ ഓടി ഞങ്ങളുടെ ബൈക്കിൻ്റെ നേരെ വന്നിട്ട് പറഞ്ഞു ചേട്ടനെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോയി, എന്നെ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒറ്റ വണ്ടിയും നിർത്തുന്നില്ല. ഞാൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ട് എന്താ ഉണ്ടായതെന്നൊന്നും അവർക്ക് ഏത് വണ്ടിയാണ് ഇടിച്ചതെന്നോ തന്നെത്താനെ വീണതാണ് എന്താണെന്നൊന്നും ഓർമ്മയില്ല. രാത്രി അവർ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി വരുന്നത് വഴിയാണ് സംഭവിച്ചത്. 2 പേരും ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ഭർത്താവിനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയിക്കോ, എന്നെ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. 2 പേരെ ഞാൻ കൊണ്ടുപോയി എത്തിച്ചു. മിണ്ടെന്നും പറയുന്നു എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രിയിൽ ഞാൻ എല്ലാ ബന്ധുക്കൾ വന്ന് ഏൽപ്പിച്ചിട്ടാണ്. അങ്ങനെ പല കേസുകളും നമ്മൾ സുവിശേഷം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമ്മുടെ കുമ്പിൽ കൊണ്ടുവരുന്നവർക്കെതിരെ കണ്ണടച്ചേക്കില്ല. കല്ല് വെച്ചെറിയുന്ന മഴ, ആ മഴയത്ത് എൻ്റെ ഭാര്യയും മക്കളും പോലും നോക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഈ ചോര കണ്ട് ഈ സ്ത്രീയുടെ കരച്ചിൽ കണ്ട് ഞാൻ അവരെ ഒരു വണ്ടിയിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു, അമൃത ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അന്ന് രാത്രി ഇന്നർ ബ്ലീഡിംഗ് ആയിട്ട് ഈ മനുഷ്യൻ മരിച്ചു പോയെന്ന് പിറ്റേന്ന് 11:30 മണിക്കാണ് എനിക്ക് ഫോൺ വന്നത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഓർക്കുകയാണ്, 2 പേരും കൂടെ അണക്കിളികളെ പോലെ എന്തോ ഒരു ഫംഗ്ഷന് ബന്ധുവിൻ്റെ വീട്ടിൽ പോയി വരുന്ന വഴിയായിരുന്നു, ഇത്രയും പെട്ടെന്ന് അയാൾ മരിക്കുമെന്ന് ഓർത്തില്ല. അപ്പോൾ ആരാണ് ആദ്യം പോകുന്നതെന്നും നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ഗേറ്റ് മറിഞ്ഞുകൊണ്ട് ഭാര്യയാണ് മരിച്ചതെങ്കിൽ രണ്ടാമത്തെ സംഭവത്തിൽ ഞാൻ നേരെ ദൃക്സാക്ഷിയാണ്. ഇതാ മരണം കള്ളനെ പോലെ കടന്നു വന്നു. നാളെ നടക്കുന്ന ഫംഗ്ഷന് വേണ്ടി തലേ ദിവസം പോയി പെങ്ങളുടെ വീട്ടിൽ അന്വേഷിക്കാനും സന്തോഷിക്കാനും പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് മരണം മാടി വിളിച്ചത്. അപ്പോൾ നിങ്ങളെ പറഞ്ഞു പേടിപ്പിക്കാനല്ല, എവിടെ ഇരുന്നേച്ചടാ ഈ സാധനം എന്ന് പറയണ്ട. എനിക്ക് ഇതുപോലത്തെ പല സംഭവങ്ങളും പല കാര്യങ്ങളും അറിയാം. പല വിധവകളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കണ്ണുനീരും പരാതികളും കേൾക്കാറുണ്ട്. മാറ്റം വരുത്തേണ്ട സമയത്ത് മാറ്റം വരുത്തിയില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തിരിയും കൂടെ മാറ്റം വരുത്തായിരുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കാൻ പറ്റിയില്ല, ജീവിക്കാൻ പറ്റിയില്ല, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണം, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നവർ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഓർത്തും വിഷമിക്കേണ്ട. ഒരു ജീവിതമേ നമുക്കുള്ളൂ. സങ്കീർത്തനം 128:3 പറയുന്നുണ്ട്, നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കും. ഭാര്യയുടെയും മക്കളുടെയും കുറവും കുറ്റവും, ഭാര്യ വീട്ടുകാരുടെ കുറ്റവും ഭർത്താവ് വീട്ടുകാരുടെ കുറ്റവും വെച്ചുകൊണ്ടിരുന്ന ആർക്ക് ഈ ഭൂമിയിൽ ജീവിക്കും? കുറ്റം കുറവില്ലാത്ത ആരാ? പറയുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ ഭാര്യ ഭർത്താക്കന്മാരും കുറ്റങ്ങൾ മാത്രം എഴുതി പറയാൻ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. നന്മകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും തെളിഞ്ഞ് വരത്തില്ല. മനുഷ്യനൊരു സ്വാഭാവിക പ്രകൃതിയാണ്, കുറ്റം കുറവും വേഗം കണ്ടുപിടിക്കും. നല്ലത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പെട്ടെന്നൊന്നും അത് വരത്തില്ല. അതുകൊണ്ട് പ്രഭാഷകൻ 7:19 പറയുന്നുണ്ട്, നല്ലവളും വിവേകനീയമായ ഭാര്യ ഉപേക്ഷിക്കരുത്, എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. അതുപോലെ പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് പ്രഭാഷകൻ 36:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ്. ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. സ്ത്രീധനമല്ല, സ്ത്രീയാണ്
ധനം. ഇത് വർത്തമാനങ്ങളിൽ പറഞ്ഞാൽ പോരാ, അങ്ങനെ ആകണം. കാരണം അവൾ നിനക്ക് വേണ്ടി ഒരു ചാവേറായി തീരാൻ പോലും തയ്യാറാകും. ഒരു സ്ത്രീയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെല്ലാം, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വായിച്ചത് ഓർക്കുകയാണ്, ഈ ലോകത്തിലെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു, പഠിച്ചു തീരാത്ത ഒന്നേ ഉള്ളൂ, അതാണ് സ്ത്രീ. കടലിനേക്കാൾ അഗാധമാണ്. ആർക്കും അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. പുരുഷന് 2 ഒച്ചപ്പാടും ബോളമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ എല്ലാം കഴിയും. പക്ഷേ സ്ത്രീകൾ അതിനും അപ്പുറമാണ്. കുഴപ്പമാണെന്നല്ല പറഞ്ഞത്, നമ്മൾ അത് പഠിച്ച് തീരത്തില്ല. നല്ലതാണെങ്കിൽ ഇത്രയും നല്ലത് ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് അവൻ്റെ ശരീരശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവൻ്റെ തുണയും താങ്ങും അവൾ തന്നെ. വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. വിവാഹം കഴിക്കാതെ നടക്കുന്ന 58, 50, 60 വയസ്സായ ഇങ്ങനെ ചൊറിയണം പോലത്തെ സ്വഭാവമുള്ള, വന്ന സമയത്തൊന്നും കെട്ടിയില്ല, ഓരോരോ ഡിമാൻഡും പറഞ്ഞ് തട്ടി നടന്ന് ഇപ്പം നടക്കുന്നുമില്ല. നടന്നവരുടെ അവസ്ഥകൾ കാണുമ്പോൾ പിരുവിരുപ്പും കിരികിരിപ്പുമായിട്ട് നടക്കുന്ന ഒരു വചനപ്രഘോഷവും പറഞ്ഞ ഇതാ, എന്തോരം കല്യാണം വന്ന സമയത്തൊക്കെ തട്ടിവിട്ട് അവസാനം 10, 50, 52 വയസ്സായിട്ടും എവിടെ പോയാലും എല്ലാ ശുശ്രൂഷകരെയും ഇടംതിരിപ്പായിട്ട് നടക്കുന്ന. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ചോദിച്ചു ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മറ്റൊരു ശുശ്രൂഷകൻ പറഞ്ഞു, ഇതാ, വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും. അവൻ കല്യാണം കഴിക്കേണ്ട സമയത്ത് കഴിക്കാത്തതിൻ്റെ കുഴപ്പമോ, കല്യാണം കഴിക്കാനൊക്കെ നടന്ന സമയത്ത് നടന്നില്ല, ആവശ്യത്തിൽ കൂടുതൽ ഡിമാൻഡായിരുന്നു, ഇപ്പോൾ ഒട്ട് വരുന്നില്ല, വന്നാലൊട്ട് പറ്റുന്നുമില്ല. അതുകൊണ്ട് ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഭാര്യയില്ലാത്തവൻ നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കും. പ്രഭാഷകൻ 36-28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് ഭാര്യ കൂടെ ഉള്ളപ്പോൾ, ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ അവരുടെ വില തിരിച്ചറിയുക, ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക, മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ ഒരു നല്ല മാതൃകയായി യഥാർത്ഥ വിശ്വാസികളായി സുവിശേഷം പ്രസംഗിക്കുന്നവരും വചനം എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നവരും ബൈബിള് കാണാതെ പഠിക്കുന്നു, അങ്ങനെ പറ്റുന്നവരൊക്കെ അത് ചെയ്തോട്ടെ. മാത്രമായി തീരാതെ ഉത്തമ ദമ്പതികളായി ഒരു പുരോഹിതനാവുന്നത് ബലിയർപ്പിക്കാനാണ്. ഇതുപോലെ 1 കൊരിന്ത്യർ 7 മുതൽ 14 വരെ നിങ്ങൾ പറ്റുന്നത് പോലെ വിവാഹം കഴിഞ്ഞവർ ആവർത്തിച്ച് കിള്ളി നുള്ളി വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ആചാരവും അനുഷ്ഠാനത്തിൻ്റെയും പേരിൽ ഭാര്യാഭർത്തൃ ധർമ്മവും ഭാര്യാഭർത്തൃ ജീവിതവും വേറെ പോക്കും മെല്ലെ പോക്കൊക്കെ ഉണ്ടെങ്കിൽ, പ്രണയമൊക്കെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. കാരണം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കുമെന്നാണ്. ഇനി ആചാരാനുഷ്ഠാനങ്ങൾ, നോയമ്പ് എന്നൊക്കെ പറഞ്ഞ ആചാര അനുഷ്ഠാനങ്ങൾ, വിവാഹം എന്ന് പറഞ്ഞാൽ അത് കൂദാശയാണ്. അത് രണ്ടുപേരുടെ സമ്മതപ്രകാരം ആണെങ്കിൽ മാത്രമേ ഈ ആചാരങ്ങളുടെ പേരിൽ പോലും ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമ്മങ്ങളിൽ ഇളവുകൾ പറ്റത്തുള്ളൂ. ഒരാൾക്കടെ സ്വയം തീരുമാനം അല്ല. ഇന്ന് എസ്കേപ്പിസം പോലെ, ഡിഫൻസ് മെക്കാനിസം പോലെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി, ഒഴികഴിവിന് വേണ്ടി നടക്കുന്നവരുണ്ട്. പിന്നീട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പങ്കാളിയുടെ വേർപാടിലും അല്ലെങ്കിൽ ജീവിതകാലയളവിലും അകന്നകന്നു പോയിട്ട് പല വ്യഭിചാര പാപക്കണികളിലും പെട്ടുപോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അതുമൂലം ഭർത്താവ് വ്യഭിചാരക്കണികളിൽ അല്ലെങ്കിൽ ഭാര്യ വ്യഭിചാരക്കണികളിൽ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പോലും മറ്റേ വ്യക്തിക്കായിരിക്കും, നിങ്ങളുടെ ഒഴിഞ്ഞുമാറൽ മൂലം. അതുകൊണ്ട് ജീവിതം ഒന്നുള്ളൂ. പുരോഹിതനാകുന്നത് ബലിയർപ്പിക്കാനാണെങ്കിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിലുള്ള ബലിയർപ്പണമാണ് ദാമ്പത്യ ധർമ്മം. അതുപോലെ സയൻറ്റിഫിക് ആയിട്ട് പറയുമ്പോൾ ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, എൻഡോർഫിൻ, ഈ ഹോർമോണൊക്കെ ഉണ്ട്. ഇന്ന് വൈദ്യശാസ്ത്രം അസന്ധിഗ്ധമായിട്ട് ഇതെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ, ഭാര്യാഭർത്തൃ ദാമ്പത്യ ധർമ്മങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ ഈ വചനങ്ങളിലൊക്കെ പറയുന്നത് പോലെ നല്ല സന്തോഷം, സമാധാനം, നല്ല ഇരുത്തം, നല്ല പ്രസരിപ്പ്, നല്ല ചുറുചുറുക്ക് പ്രായത്തിലല്ല, അങ്ങനെയുള്ള ദമ്പതികളുടെ ജീവിതത്തിലുണ്ടാകും. കുറ്റം പറയലും പിരുവിരുപ്പും പൊട്ടിത്തെറിയും, തെറി പറയുന്ന സ്വഭാവവും എടുത്തുചാട്ടവും കുറ്റം കണ്ടുപിടിക്കലൊക്കെ എപ്പം മാറിപ്പോയെന്ന് വിചാരം. അവിടെ ചുണ്ടിലൊരു മൂളിപ്പാട്ടുണ്ടാകും, മുഖത്തൊരു ശാന്തതയുണ്ടാകും, മനസ്സിനൊരു പ്രസന്നതയുണ്ടാകും. ഇങ്ങനെ പറയും, മുഖം മനസ്സിൻ്റെ കണ്ണാടി. മുഖം മാത്രമല്ല, നല്ല പങ്കാളി. ഇങ്ങനെ പറയും, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയും. ചങ്ങാതി എന്ന് പറയുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ വിവാഹിതരുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും നല്ല ചങ്ങാതിയും ഏറ്റവും നല്ല സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ആ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ, പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിൻ്റെയും മഹനീയ മാതൃക പോലെ പരസ്പരം ചെളിവാരി എറിയാതെ, പങ്കാളിയെ കുറ്റപ്പെടുത്താതെ,
അല്ലാതെ കഴിവുകെട്ടവനെന്നോ കഴിവുകെട്ടവളെന്നോ ഔസേപ്പിതാവോ മാതാവോ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതാ ദൈവത്താൽ നൽകപ്പെട്ടത് വിശ്വസ്തയോടെ ഏറ്റെടുക്കുകയാണ് യൗസേപ്പിതാവും മാതാവും ചെയ്തത്. ഈ ബോധ്യത്തോടെ ദൈവത്തോട് ആലോചന ചോദിച്ച മത്തായി 1:20 യൗസേപ്പിതാവിനോട് ദൈവം പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും തോബിത്ത് 6:17 പറയുന്നുണ്ട്, അനാദി മുതലേ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവൾ എന്നാണ്. അതുകൊണ്ട് ദൈവം മത്തായി 19:6 പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നാണ് വിവാഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. അല്ലെങ്കിൽ മത്തായി 19:11 പറഞ്ഞതുപോലെ ഇന്നു മുതലെങ്കിലും കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. വിവാഹ ജീവിതം വിജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ആരാദ്യം പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് നിർത്ത്, ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് ലാളിക്ക്, കണ്ടുമുട്ടുക, കത്തെഴുതുക, ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. വികാരങ്ങളും വിചാരങ്ങളും ഇന്ദ്രിയങ്ങളും അവയവങ്ങളും എല്ലാമുള്ള പച്ചയായ മനുഷ്യനാണ്, ഒരു യന്ത്രമല്ല. ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്, ജീവനുള്ള വ്യക്തിയാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. അത് പൂർണ്ണമായിട്ട് ആത്മീയ വ്യക്തിയാക്കുക. പ്രാർത്ഥിക്കാതിരിക്കും, ഉറക്കം അങ്ങനെ ചെയ്യണു വന്നില്ല എന്ന് പറയുമ്പോൾ എന്തോ അപാകതയുണ്ട്. നിങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പോരായ്മകൾ പരിഹരിച്ച്. കാരണം പുരുഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ എൻറ്റിറ്റി, സ്ത്രീക്ക് മാതൃത്വ വാസനയാണ്, സ്ത്രീക്ക് ഭക്തിമാർഗമാണ്. പുരുഷൻ അങ്ങനെയല്ല. പുരുഷൻ അനുഭവത്തിൽ കൂടെ കണ്ടെത്തിയാൽ അതിനെ പിന്നെ ആർക്കും അവനകറ്റാനായിട്ട് സാധിക്കത്തുള്ള. സ്ത്രീക്ക് എത്ര നേരം വേണമെങ്കിലും ഭക്തിമാർഗത്തിൽ കുത്തിയിരിക്കാനും ചൊല്ലിക്കൂട്ടാനും സാധിക്കും. പുരുഷൻ അങ്ങനെയല്ല, പുരുഷന് പ്രവൃത്തി മാർഗമാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കമൻസും ഷെയറും സബ്സ്ക്രൈബുകളും എല്ലാം ഈ ശുശ്രൂഷയിൽ വളരെ സപ്പോർട്ടാണ്. ഇത് കിട്ടാത്ത നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ദമ്പതികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ അയച്ചു കൊടുത്താൽ പ്രയോജനപ്രദമായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.